ഹായ്, കേരളത്തിൻ്റെ എൻട്രൻസ് ചരിത്രം ഇത്രത്തോളം പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഗീതാ പ്രസാദ് സാറാണ്. ഫ്യൂച്ചറിൻ്റെ അക്കാഡമിക് ഡയറക്ടറാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട GP സാറാണ് കൂടെയുള്ളത്. GP സാറ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി എൻട്രൻസ് കോച്ചിങ് രംഗത്ത് സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സുപരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കേരളത്തിലെ എൻട്രൻസ് എക്സാമുകൾ ആദ്യമായിട്ട് വരുന്നത് 1981 ഞാൻ വിചാരിക്കുന്നത്. 1981 മെഡിക്കൽ എൻട്രൻസ് എക്സാമാണ് ആദ്യം വന്നത്. നെക്സ്റ്റ് ഇയർ ആണ് എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാം അതിൻ്റെ കൂടെ കയറി വന്നത്. അപ്പോൾ ആ സമയത്തിൻ്റെ മുമ്പൊക്കെ നടന്നിരുന്നത് എൻട്രൻസ് എക്സാം ഇല്ല. അന്നത്തെ +2, അതായത് അന്നത്തെ പ്രീ ഡിഗ്രി ആണെന്ന് പറയാം, PDC. അപ്പോൾ PDCയുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അന്ന് മെഡിക്കൽ എൻജിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് ഉടനെ തന്നെ കോച്ചിങ്ങുകൾ ആരംഭിച്ച ഉടനെ തന്നെ GP സാറൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ വെൽക്കം GP സാർ. താങ്ക് യു സാർ, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് ആദ്യമേ പറയാനുള്ളത്, ഇതൊരു വല്ലാത്തൊരു ഈ ഒരു എവല്യൂഷൻ സാറ് വല്ലാതെ കണ്ട ഒരു മനുഷ്യനാണ്. വളരെ കുറഞ്ഞ ആളുകളെ അങ്ങനെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് സാറിനുള്ള ആദ്യത്തെ ആദ്യമേ ചോദിച്ചറിയാനുള്ളത് ഈ ഒരു പരിണാമം, ആ ഒരു എവല്യൂഷൻ സാറ് എങ്ങനെയാണ് സാറിന് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ എൻട്രൻസ് തുടങ്ങിയ കാലം മുതൽ ഇന്ന് 2026 വരെ എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എൻട്രൻസുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ 90കളിൽ ഈ പരീക്ഷ വളരെ കുറച്ച് സിലബസിൽ നിന്നും വളരെ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളൊരു പരീക്ഷാ സമ്പ്രദായമായിരുന്നു. ചോദ്യങ്ങളൊക്കെ തന്നെ ന്യൂമറിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പരീക്ഷകൾക്ക് വന്നിരുന്നത്. പക്ഷേ നമ്മൾ ഈ 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ന് സിലബസ് അതിനേക്കാളും വാസ്റ്റാണ്. സിലബസ് കൂടിയിട്ടുണ്ടോ എന്ന് പറയുന്നത് അന്നത്തെ ടെക്സ്റ്റ് ബുക്കുകളെക്കാളും ഇന്ന് NCERT ഒക്കെ നമ്മൾ ഇന്നത്തെ NCERT ഒക്കെ നോക്കുമ്പോൾ പുതിയ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്താണ് നമ്മുടെ സിലബസ് ഉള്ളത്. പക്ഷെ പൊതുവെ ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, പണ്ടൊക്കെ എത്രയെങ്ങാനും പഠിക്കാണ്ടായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ റീസെന്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ലേശം കട്ടിങ് നമുക്കറിയാം. ഇപ്പൊ NCERT ഒക്കെ അവസാനത്തിൽ ലേശമൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. അതവര് ഇമ്മീഡിയറ്റ് പാസ്റ്റിലേക്ക് നോക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ നമ്മൾ 90കളിൽ നിന്നും 2026 വരുമ്പോൾ നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സിലബസ് കുറച്ചുകൂടി വാസ്റ്റാണ്. മാത്രമല്ല ചോദ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ അപ്ലിക്കേഷൻ ബേസ്ഡ് ചോദ്യങ്ങളാണ് വരുന്നതെന്ന് ഞാൻ പറയാം. മാത്രമല്ല ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് മൾട്ടി കൺസെപ്ച്വൽ ആയിട്ടുമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ JEE മെയിൻ നോക്കിയാലും അഡ്വാൻസ്ഡ് നോക്കിയാലും അല്ലെങ്കിൽ നീറ്റ് നോക്കിയാലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ചോദ്യങ്ങൾ എല്ലാം മൾട്ടി കൺസെപ്ച്വൽ ആണ്. JEE അഡ്വാൻസ്ഡ് തീർച്ചയായിട്ടും അന്നും ഇന്നും ഒക്കെ ഒരേ ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ്. ആ നിലവാരം കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസും എഞ്ചിനീയറിംഗ് എൻട്രൻസും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ ഇന്നത്തെയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പരീക്ഷകളൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷകളായിട്ട് മാറി, CBT ആയിട്ട് മാറുമ്പോൾ ഈ പരീക്ഷകളുടെ ഒരു പ്രിസിഷനും അതുപോലെ പിന്നെ സ്പീഡും ഒക്കെ നമുക്ക് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കൂട്ടേണ്ടതായി വന്നിട്ടുണ്ട്. കാരണം കൃത്യമായ ഒരു സമയപരിധി ഇതിനകത്ത് ആവശ്യമാണ്. സമയപരിധിയെക്കുറിച്ചൊരു ബോധം വിദ്യാർത്ഥിക്ക് ആവശ്യമാണ്. പിന്നെ സാറേ, എല്ലാത്തിലും ഉപരിയായിട്ട് പിന്നെ അപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ വന്ന വലിയൊരു വർധന. അന്ന് ചെറിയൊരു ഗ്രൂപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്താൽ മതിയായിരുന്നു. ഇന്ന് 23 മുതൽ 25 ലക്ഷത്തോളം ആളുകളാണല്ലോ നീറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അറൗണ്ട് ഒരു 15 lakh സ്റ്റുഡൻസ് JEEക്കും വരുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും. പിന്നെ അതിന് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു സാക്ഷരതാ നിരക്ക് 90കളിൽ നിന്നും ഇപ്പോഴെത്തുന്ന സമയത്ത് 100% സാക്ഷരത നമുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പാരൻസും
അവരെ കൂടുതൽ ബോധവാന്മാരാകുകയാണ് ചെയ്തത്. അവർക്ക് ഈ പരീക്ഷകൾ എന്താണെന്നും ഈ കോഴ്സുകൾ എന്താണെന്നും തൻ്റെ മക്കൾ ഈ പൊസിഷൻസിലൊക്കെ എത്തണമെന്ന് അവർക്ക് ഒരു വലിയ എക്സ്പോഷർ അവർക്ക് ഈ സാക്ഷരത കൂടിയത് കൊണ്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് ഇന്നത്തെ ഡിജിറ്റൽ മീഡിയയിലുണ്ടായ മാറ്റം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ഒരു എക്സ്പോഷർ, ഇതെല്ലാം തന്നെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സാറൊക്കെ ഫിസിക്സ് തന്നെയാണ്. പക്ഷേ ഫിസിക്സ് എന്നും സാർ ഇപ്പം നീറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഡൗട്ടില്ല, അവർ എപ്പോഴും ഒരു ഫിസിക്സാണ് അവരുടെ ഒരു റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ട് അവർ കാണുന്നത്. അപ്പോൾ പിന്നെ ഈ ഫിസിക്സ്, ഈ ഒരു റോളിലേക്ക് ഫിസിക്സ് വരുന്നതിൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ അത് പണ്ടും അങ്ങനെ തന്നെയാണോ, അതല്ല ഇപ്പോഴുള്ള അതേ ഒരു സിറ്റുവേഷൻ ആണോ, എന്താ സാർ അതിൻ്റെ ഒരു? അത് ഫിസിക്സിനെ സംബന്ധിച്ച് ഫിസിക്സും മറ്റ് വിഷയങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തി നോക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് മെമ്മറി ബേസ്ഡ് ആയിട്ട് ബയോളജി പഠിക്കാൻ പറ്റും, മെമ്മറി ബേസ്ഡ് ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് കെമിസ്ട്രിയും പഠിക്കാൻ പറ്റും. പക്ഷേ ഫിസിക്സ് അങ്ങനെ മെമ്മറി ബേസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ലോജിക്കൽ തിങ്കിങ് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ലോജിക്കൽ തിങ്കിങ് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഫിസിക്സ് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് പിടികിട്ടണമെന്നില്ല. ഈ ലോജിക്കൽ തിങ്കിങ് ആർക്കും പെട്ടെന്ന് അങ്ങനെ വഴങ്ങണമെന്നുമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഫിസിക്സ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടാണെന്ന് അവർ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ ലോജിക്കൽ തിങ്കിങ് എന്നുള്ള ഈ ഒരു രഹസ്യം അവർക്ക് പിടികിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരിലേക്ക് അത് എത്തിച്ചേരാത്തത് കൊണ്ടാണ് എന്നെനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ലോജിക്കൽ തിങ്കിങ് ആണ് വേണ്ടതെങ്കിൽ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കി അതിനകത്ത് ഏത് ഫിസിക്കൽ സിറ്റുവേഷൻ ആണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് അതുമായി ആ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് റിലേറ്റഡ് ഫോർമുലാസ് ഒക്കെ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. അല്ലാതെ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു റെഡിമെയ്ഡ് തിങ്കിങ് അതിനകത്ത് ഒരിക്കലും പോസിബിൾ അല്ല. കറക്റ്റാണ് സാർ. അതിപ്പോൾ ഞാൻ സാറ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം നമ്മുടെ തന്നെ പല കുട്ടികളും, പിന്നെ ചിലർക്ക് ഈ ലോജിക്കൽ തിങ്കിങ് നല്ല എക്സ്ട്രീമിലുള്ള മക്കൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പല നല്ല റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ള നമ്മൾ പല കുട്ടികളും ഫിസിക്സിൽ ഭയങ്കര ബ്രില്യൻസ് കാണിച്ചിട്ടുണ്ട്. അവർ പലപ്പോഴും എക്സാം എഴുതുന്ന സമയത്ത് ബയോളജിയിൽ എഴുതണം എന്ന് പലപ്പോഴും നമ്മൾ ആദ്യം എഴുതാൻ ബയോളജി റെക്കമെൻഡ് ചെയ്യുമ്പോഴും അവർ പറയേണ്ടത് സാർ ഞാൻ ഫിസിക്സ് എഴുതിക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുന്ന കുട്ടികൾ. കാരണം എനിക്ക് ഫിസിക്സ് എഴുതുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവുന്നത്, അപ്പോൾ എനിക്ക് ബാക്കിയൊക്കെ എഴുതാനുള്ള അങ്ങനെയുള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ട് സാറേ. ഓരോ തവണയും അങ്ങനെ സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല ലോജിക്കൽ തിങ്കിങ് ആവശ്യമുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ്. ആ ലോജിക്ക് ഉള്ള കുട്ടികളുണ്ട്, പക്ഷെ മെജോറിറ്റി ആളുകൾ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് അതിൽ ലേശം ഒന്ന് ബാക്ക് ചെയ്തിട്ടാണ് നീറ്റ് ആസ്പിരൻസിൽ നമ്മൾ കൂടുതലും കാണാറുള്ളത്. ജെയിൽ പക്ഷേ ഒരു ജെയ് ആസ്പിരന്റ് ആയി വരുന്ന ആളുകൾക്ക് ആസ്പിരൻസ് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മിക്കവാറും എല്ലാവരും മാത്തമാറ്റിക്കൽ സ്കില്ലുള്ളവരായിരിക്കും. മാത്തമാറ്റിക്കൽ സ്കില്ലുള്ളവർക്ക് ലോജിക്കൽ തിങ്കിങ് കൂടെ ചേർന്ന് കിട്ടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഫിസിക്സിൽ എക്സൽ ചെയ്യാൻ പറ്റും. ഫിസിക്സിൽ അവർക്ക് നല്ലവണ്ണം സ്കോർ ചെയ്യാനും സാധിക്കും. മാത്തമാറ്റിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. ഓക്കെ സാറേ, ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളത്, ഞങ്ങളൊക്കെ പിന്നെ ബ്ലാക്ക് ബോർഡിൽ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് മാത്രം പഠിപ്പിച്ചിട്ടില്ല. അപ്പോഴേക്കും ആ ട്രാൻസിഷനൊക്കെ വന്ന് നമുക്ക് പെട്ടെന്ന്, കാരണം ബ്ലാക്ക് ബോർഡിൽ നിന്ന് വൈറ്റ് ബോർഡിലേക്ക് വന്നു, വൈറ്റ് ബോർഡിൽ നിന്ന് പിന്നെ നമ്മുടെ ഡിജിറ്റൽ ബോർഡും ഐപാഡിലേക്കൊക്കെ വന്ന്, എങ്ങനെ സാർ ഇത് ഇത്ര ഈസി ആയിട്ട് സാർ ഇതിനെ അഡോപ്റ്റ് ചെയ്തത് എങ്ങനെയാണ്?